ബ്യൂട്ടിഫുൾ സോൾസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിങ്ങോ ഹീലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ജെൻഡർലെസ് റീഡിംഗുമാണ്. ഇത് നിങ്ങളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേജ് എന്ന് പറയാനുള്ള ഒരു ഹീലിംഗ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു വേദന, അതല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള ഒരു ആശയക്കുഴപ്പം, അതേ ഒരു എന്താ പറയുക, അതേ തീവ്രതയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ മുമ്പ് പറഞ്ഞ വാക്കുകൾ സംഭവിച്ച നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായ ആ ഒരു തെറ്റിദ്ധാരണകൾ, ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന ചിന്ത, അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു ഭാരം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ താങ്ങി നടന്നെ, അതൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളും തമ്മിൽ ഒരിക്കലും ഉണ്ടായിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം ഇപ്പം മാറിയിരിക്കുകയാണ്. മുമ്പ് നിങ്ങൾ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു അകലം നിങ്ങൾക്കുള്ളിൽ വളരെയധികം വേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സെന്ന് പറയുമ്പോൾ അതിനെ മനസ്സിലാക്കി എന്താ പറയുക, ഇപ്പോൾ എന്താ അത് ലൈഫിന്റെ ആ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ അത് ആ ഒരു ഹീലിംഗ് ജേർണിയാണ്, അങ്ങനത്തെ ഒരു യാത്രയാണ് ഇത് എന്ന് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ എനർജി പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ്. ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ഒരു മിസ്സിങ് ഫീലിംഗ്, അതായത് നഷ്ടപ്പെട്ട ഒരു അവസരത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതേപോലത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈമിൽ വളരെ സമാധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന അങ്ങനെയുള്ളൊരു ഫേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ പറ്റി ചിന്തിക്കുന്നു. ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ നൽകിയ സ്നേഹത്തെക്കുറിച്ച് അത് ഒരു വേദനയായിട്ട് അവിടെ കിടപ്പുണ്ട്. കാരണം ഈ ഒരു ബന്ധത്തിൽ ഒരാൾ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്, അത് ശരിക്കും നിങ്ങളായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നൽകിയ ആ ഒരു ശ്രദ്ധ, സ്നേഹം, കരുതൽ, കെയറിങ്, ഇതൊക്കെ ഈക്വലായിട്ട് ലഭിച്ചിട്ടില്ല എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കും ഉണ്ട്. അതുപോലെ തന്നെ അതേപോലെ അവർക്ക് നിങ്ങളോട് നിങ്ങൾ കൊടുത്തതുപോലെ തിരിച്ചു തരാൻ പറ്റിയില്ല എന്നൊരു ഫീലിംഗും ഉള്ളിൽ നിന്ന് വളരെ എന്താ പറയുക, ഒരു തേങ്ങൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു പോസിറ്റീവ് സൈനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ അതെല്ലാം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു ടൈമാണ്. അവരിപ്പോൾ പഴയ കാര്യങ്ങൾ ഒക്കെ പുതിയൊരു ആംഗിൾ അല്ലെങ്കിൽ പുതിയൊരു വ്യൂ അല്ലെങ്കിൽ ഒരു പുതിയൊരു കാഴ്ചപ്പാടിൽ കാണുന്ന ആ ഒരു എനർജിയാണ്. അന്ന് ചിലപ്പോൾ നിസ്സാരമായിട്ടും അല്ലെങ്കിൽ സാധാരണയായിട്ട് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ പ്രഷ്യസ് അല്ലെങ്കിൽ വിലപ്പെട്ടതാണെന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നെന്ന് ഉണ്ട്. അന്ന് അവർ അവോയ്ഡ് ചെയ്ത ചില ഫീലിങ്സും ഇപ്പോൾ അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അവർക്കൊരു തിരിച്ചറിവ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുകയും സംസാരിക്കുകയോ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു വികാരങ്ങളൊക്കെ അവഗണിച്ചു, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ അവോയ്ഡ് ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെ ഇപ്പോൾ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റേജിൽ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ പോലെയോ അല്ലെങ്കിൽ എപ്പോഴും വരുന്നത് പോലെ വെറും സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടല്ല നമ്മൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ശരിയാക്കാനും അതുപോലെ തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തും ക്ലിയർ ചെയ്തും എല്ലാം കാര്യങ്ങളും ഒക്കെ പറഞ്ഞും ശരിയാക്കാൻ വേണ്ടിയുള്ള ഒരു എനർജി അല്ലെങ്കിൽ അത് ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് റീകണക്ട് ചെയ്യാൻ തോന്നുന്നത്. നമുക്ക് ശരിക്കും പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഫാസ്റ്റായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു ടൈപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അതൊരു നെഗറ്റീവായിട്ടല്ല നമ്മളിവിടെ ഈ ഒരു എനർജിയിൽ പറയുന്നത്. വളരെ എന്താ പറയുക,
വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും അതോടൊപ്പം തന്നെ ഇതൊരു ലൈഫ് ലോങ് അല്ലെങ്കിൽ കുറെ കൂടെ സ്ട്രോങ്ങും ആയിട്ട് കൊണ്ടുപോകണം എന്ന്, അതായത് ഒരു സ്ഥിരതയോടുകൂടെ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ വളരെ ആലോചിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം, ഇത്രയും സമയം അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇത്രയും ടൈം അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ ഇത്രയും എഫേർട്ട് ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ എന്തിനാണ് ഇനി ആ ഒരു പേഴ്സണിന് വേണ്ടി സമയം എന്തിനു കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഒരു പാഠങ്ങളൊക്കെ ലൈഫ് ലെസൺസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സോൾ പേർപ്പസ് വെച്ചിട്ട് അവർ ചിലപ്പോൾ ഒരുപാട് തെറ്റുകൾ പിഴവുകളൊക്കെ ആവർത്തിച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ ഇനി അവരത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാക്കി നോർമൽ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് മുന്നോട്ട് ഈ ഒരു റിലേഷൻ കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റെസ്പെക്റ്റ് ആണ് നമുക്കിവിടെ കാണുന്നത്. അത് വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ല, അതല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ഒരു ഫ്ലേർട്ടിംഗ് ടൈപ്പ് ഓഫ് ഒരു വികാരമോ അങ്ങനെയൊന്നല്ല. നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവരോട് പെരുമാറുന്നത് എന്നൊക്കെ അതുപോലെ പെരുമാറുന്ന ആ ഒരു എനർജി വെച്ചിട്ടും പിന്നെ നിങ്ങൾ എത്ര എന്താ പറയുക സ്ട്രോങ്ങും ബോൾഡും അതുപോലെ ശക്തവും ഒക്കെ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് അവർക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ അടുത്ത് അയാൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ അനുഭവിച്ചതും നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്തു എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്തു പോകുന്നു, നിങ്ങൾ എങ്ങനെയാണ് അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ സോഫ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കാം. പിന്നെയും നിങ്ങൾ വളരെ നമ്മൾ പ്രേമം ഭ്രാന്തായിട്ട് വരുമ്പോൾ അങ്ങനെയുള്ളവർ എന്ത് കാണിച്ചാലും നമ്മൾ വീണ്ടും വീണ്ടും അവരുടെ പുറകെ പോകും. അതൊക്കെ ചിലപ്പോൾ അവർക്ക് വളരെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടും ഇത്രയൊക്കെ കാണിച്ചിട്ടും അവൾ എൻ്റെ പുറകെ വീണ്ടും വന്നല്ലോ, ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനത്തെയൊക്കെ ഒരു ചിന്തകളുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമാണ്. നിങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ കാണിച്ചത്. അപ്പൊ അതൊക്കെ കൊണ്ട് അവർക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളോട്. പിന്നെ ഇത്രയും ഡിസ്റ്റൻസും അവർ ഓരോന്ന് ചെയ്തും ഒക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോയത് അവരെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട് അവരെ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റി നമുക്കിവിടെ നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എനർജി വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈക്വലായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നുള്ളൂ. അപ്പോൾ ഒരാൾ മാത്രം ശ്രമിച്ചാൽ ഇത് മുന്നോട്ട് പോകില്ല. രണ്ടുപേരും ശ്രമിക്കണം, രണ്ടുപേരും സംസാരിക്കണം, രണ്ടുപേരും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കണം. അതാണ് ഈ ഒരു ബന്ധത്തിന്റെ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സക്സസ്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് അവർ കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ചിലപ്പോൾ എങ്ങനെയാലും റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സമയം കൊടുക്കണം. മനസ്സിലായോ? അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ചിലപ്പോൾ നമ്മളെ മറച്ച് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കേൾക്കാൻ ഒരു സമയം കൊടുക്കണം അവർക്കും കൂടി വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളെ കാണുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് എന്ന് പറയാനല്ലേ, ഞാനെല്ലാം മനസ്സിലാക്കിയിരുന്നില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം ഇപ്പോൾ ഉണ്ടായ ഹീലിംഗ് ഫേസിൽ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ എല്ലാം നിങ്ങളോട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ വൈകിയാണ് എൻ്റെ ലൈഫിൽ തിരിച്ചറിഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ലൈഫിൽ, നിങ്ങളുടെ എനർജി എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നൊക്കെ ഒരു ടൈപ്പ് ഓഫ് മെസ്സേജ് ആയിരിക്കാം അവർ നിങ്ങളെ റീകണക്ട് ചെയ്യുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് നല്ല രീതിയിലൊരു കുറ്റബോധമുണ്ട്. ചിലപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ ഇറിറ്റേറ്റഡ് ആവാർ അല്ലെങ്കിൽ അസ്വസ്ഥരാകാറുണ്ട്. എന്നാൽ അതിനൊപ്പം ഒരു മാറ്റവും അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങളുടെ ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും വളരെ കൂളായിട്ടും, കൂളല്ല നമ്മൾ പറയുന്നത്, വളരെ എന്താ പറയുക കാമായിട്ടും ഉള്ളൊരു എനർജിയാണ് നമുക്ക് നിങ്ങളുടെ ആ ഒരു എനർജി ഫീൽഡ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു ഹയർ ലെവലിലോട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വളർത്തുക, അതായത് സ്പിരിച്വലിയും മെന്റലി ഒക്കെ നിങ്ങൾ സ്വയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഒക്കെ എന്താ പറയുക സുന്ദരമാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾക്കിനി പഴയതുപോലെ എന്താ ആരുടെയെങ്കിലൊക്കെ എന്താ അംഗീകാരമോ അതല്ലെങ്കിൽ അവരുടെ ഒരു ആഹ്, എന്താ ഒരു ഇതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജി ഒന്നും നിങ്ങളിപ്പോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചെയ്തു മറ്റുള്ളവരുടെ വാക്കുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ കേൾക്കുന്നില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നിങ്ങൾ മാനിക്കുന്നില്ല. നിങ്ങളുടെ സോൾ കാണിച്ചു തരുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾ പാറിപ്പറന്ന് നിങ്ങളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസിലോട്ട് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വയമായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു നമ്മളുടെ വാല്യൂ മനസ്സിലായി. അത് നിങ്ങളുടെ വാല്യൂ നിങ്ങളിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പൊ ആ ഒരു ലെവലിൽ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബന്ധം ഇത്രയും ശക്തമായിരിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സെൽഫ് ലവ് സെൽഫ് ഗ്രോത്തിലോട്ടൊക്കെ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ കാരണം. പിന്നെ നമുക്കിവിടെ ഒരു എനർജി ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു വ്യക്തിക്ക് ഉള്ളിൽ വളരെയധികം ഭയമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവര് ഉള്ളില് നിങ്ങളുടെ ഒരു വാല്യൂ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമാകുമോ എന്നൊരു തരത്തിലൊരു പേടി ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് അത് തുറന്നു പറയില്ല നിങ്ങളോട്. പക്ഷെ ഉള്ളിൽ ഈ ഒരു ഭയം ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമോ, നിങ്ങൾ മറ്റൊരാളെ കണ്ടെത്തുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി തിരിച്ച് നോക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്ത് പോകുമോ എന്ന ചിന്തകളൊക്കെ അവരെ ഒരുപാട് അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഒക്കെ സീരിയസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടൻ തന്നെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ചിലപ്പോൾ ഭയങ്കര വലിയ രീതിയിലുള്ളൊരു സംസാരമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങളോ തന്നെ അല്ല, ചിലപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹായ്, അങ്ങനെ ഒരു ചെറിയ തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. പക്ഷെ അത് ഒരു ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇത്രയും നാൾ നിങ്ങൾ ഗ്യാപ്പ് ആയതിനു ശേഷം നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു സംസാരത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹയർ ഒരു ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രധാനമായിട്ടുള്ളൊരു എന്താ പറയാ ഒരു എനർജി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടി ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ നിന്നും ആ അത്ര ഹൈ വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ ആ ഒരു സംസാരം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്യാൻ വരുമ്പോഴും നിങ്ങൾ അവോയ്ഡ് ചെയ്ത് പോവുകയല്ല ചെയ്യണം. നിങ്ങൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ അവർ കണക്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അവർക്ക് കേൾക്കാൻ നിൽക്കുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിൽ നിന്നാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഇനി എങ്ങനെയാണ് എന്ന് പോകുന്നത്. അതിൽ എന്താ പറയുക, രണ്ടുപേരും മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ടൊക്കെ ആയിരിക്കാം വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്. ഇനി പിന്നെ സംസാരിക്കാം എന്നല്ല, നിങ്ങൾ മാക്സിമം അവരുമായിട്ട് കണക്ട് ചെയ്യുക തന്നെ വേണമെന്നാണ്. അതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു വീണ്ടും റീകണക്ട് ചെയ്ത് വരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലും യൂണിവേഴ്സൽ എനർജിയിലും നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, അതിനോടൊപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി സ്വയം മറന്ന് അതല്ലെങ്കിൽ അത് മാത്രമാണ് എൻ്റെ ഇത് എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ്ലി അതിലോട്ട് പോകാതെ അത് മാത്രമല്ല നിങ്ങളുടെ ലൈഫ് പേർപ്പസിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുക. സ്നേഹം വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൺ ജീവിതകാലത്തേക്ക് കൂടുതൽ കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തെ കൂടെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതലും സ്ട്രോങ് ആയിട്ടും നല്ല രീതിയിൽ വളർന്ന് വരിക. പറയാന്ന് വെച്ചാൽ അവസാനം ശരിക്കും പറഞ്ഞാൽ ഒരു വെളിച്ചം എന്ന രീതിയിലാണ്. കുറേ നാളത്തേക്ക് ഒരു ഇരുട്ടിന് ശേഷം ഒരു വെളിച്ചം, അല്ലെങ്കിൽ ഒരു കുറേ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു എനർജി. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന നിങ്ങളുടെ ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം അങ്ങനെ അതിനൊക്കെ അതിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാമായിട്ടുള്ളൊരു എനർജി ആണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു പുതിയൊരു ചാപ്റ്റർ, അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങൾ നോക്കുന്ന ആ ചാപ്റ്റേഴ്സ് എല്ലാം ക്ലോസ് പുതിയൊരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഡോർ ഈ റിലേഷൻഷിപ്പിന്റെ തുറന്നു നിൽക്കുന്നത്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളും സുഖപ്പെട്ട് പഴയ തെറ്റിദ്ധാരണകളും അകന്നുപോയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ച് പുതിയ വിശ്വാസങ്ങൾ വളർത്തി പുതിയ തരത്തിലേക്ക്, പുതിയ പ്രതീക്ഷയിലേക്ക്, അല്ലെങ്കിൽ പുതിയ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാനും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാവിയെ പറ്റി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിൽ എന്താ പറയുക നിങ്ങൾ ഒന്നിച്ച് നിങ്ങൾ ഈ ഒരു ലൈഫ് ലോങ് കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ
ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു തരത്തിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങൾ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു എന്താ പറയാ നമുക്കൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടൊക്കെ തന്നെ അപ്പോൾ ജന്മജന്മാന്തരങ്ങളായിട്ടൊക്കെ ഇപ്പോൾ ട്വിൻസോൾ തന്നെ ആവത്തില്ല, മനസ്സിലായോ? ജന്മജന്മാന്തരങ്ങളായിട്ടൊക്കെ ഉള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ശക്തമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായാലും വീണ്ടും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്ന ആ വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയപ്പോൾ ഈ ഒരു ജന്മത്തിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വളരെ സന്തോഷത്തോടെ പോകും. അപ്പോൾ ഈ ഒരു പേഴ്സൺ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുക, അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കുക. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ലതുപോലെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.